ഞാനും നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ. പക്ഷെ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിലൊക്കെ എന്താ കാര്യം എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചേക്കണം ഒരു മിനിറ്റ്. ഈ വീഡിയോ നിങ്ങൾ തട്ടിമാറ്റി കളയരുത് കേട്ടോ. എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള പട്ടാമ്പി എന്ന് പറയും, ആ സ്ഥലത്താട്ടോ ഫാബിസ് മോൻ്റെ വീട്. 6 വർഷത്തോളമായി ഈ കിടപ്പ് കിടക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു മാസം ഈ കിടപ്പ് ഇങ്ങനെ കിടക്കാൻ തന്നെ 3 ലക്ഷത്തോളം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഈ വീട് പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സർജറി എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് തലയിൽ. എനിക്ക് ഫാബിസ് മോൻ്റെ അടുത്ത് നിന്ന് പറയാൻ എനിക്ക് കിട്ടണില്ല, എനിക്ക് കഴിയണില്ല. കാരണം ഞാൻ വന്നപ്പോഴും ഫാബിസ് മോന് ശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഉമ്മനീരിറക്കാനൊക്കെ നമ്മൾ ഇങ്ങനെ ഇറക്കുമ്പോൾ ഫാബിസ് മോന് ഉമ്മനീരിറക്കാൻ പറ്റണില്ല. അപ്പോൾ ഈ ഒരു കോയിലില്ലേ, ഈ ഒരു കോയിലിൽ എൻ്റെ ഉമ്മ ഇങ്ങനെ വെക്കുമ്പോൾ ഫാബിസ് മോൻ ഞെട്ടുക. അപ്പോൾ പെട്ടെന്നുള്ള സർജറിക്ക് നമ്മളെല്ലാവരും മലയാളികളാണ്, നമ്മൾ മറക്കരുത് കേട്ടോ. നമ്മൾ 1 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതിനോടൊരു ഇരട്ടി പടച്ചു നമുക്ക് തരും. കാരണം 6 വയസ്സാണ്. ഇവരെ ഉപ്പയൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഒരു ഹെൽപ്പ് താഴെ ഞാൻ സ്കാനർ കോഡ് കൊടുക്കാം, ഗൂഗിൾ പേൻ്റെ അതുപോലെ നമ്പർ കൊടുക്കാം. ഞാൻ പറയാറുണ്ട്, ഞമ്മക്കും കുട്ടികളും നമ്മളെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ട്. ഇതുപോലൊരു അവസ്ഥ ഞമ്മക്കൊക്കെ വന്നു കഴിഞ്ഞാലുള്ളൂ ഒരു 100 കോടിയെ വേണ്ട അല്ലെങ്കിൽ നല്ലൊരു കുട്ടിനെ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ നിങ്ങൾ എല്ലാവരും സഹായിക്കണം കേട്ടോ. 24 മണിക്കൂറും ഉറങ്ങാത്ത ആൾക്കാരുടെ ഒരു വീടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് ഈ വീടാണ്.